എടോ വാടോ, ഈ വീട്ടിൽ കയറിയാ നല്ല പൈസ കിട്ടും. വാ എടോ എടോ, വാ വാ വാ, പെട്ടെന്ന് വാ. ആ മോനെ, അച്ഛനും അമ്മയൊക്കെ? അച്ഛനും അമ്മ ഇവിടെ ഇല്ല, പുറത്തോട്ട് പോയി. അയ്യോ മോനെ, നമ്മൾ ഈ തൈക്കുളം ക്ഷേത്രത്തിൽ നിന്ന് വരുന്നതാണ്. ആ ജംഗ്ഷനിൽ കടന്ന അച്ഛനറിയാം, നമ്മൾ പിരിവിന് വന്നതാണ്. കുഴപ്പമില്ല, ഈ നോട്ടീസ് അച്ഛൻ്റെ കൊടുത്തേരാം മോനെ. അപ്പൊ ശരി. എടാ നിന്നാണ് എന്താണ് താൻ അവന്റെ ആ കഴുത്തിലെ മാല ശ്രദ്ധിച്ചായിരുന്നു? എങ്ങനെ പോയാലും ഒരു 1.5 പവൻ വരും. ഇപ്പൊ ഈ സ്വർണം കൂടിക്കിടക്കുന്ന സമയത്ത് വിറ്റ 1,00,000 രൂപ ഉറപ്പാണ്. എങ്ങനെ എടുക്കാൻ ആ ചെറുക്ക അറിയത്തില്ല. അവൻ എന്തിനറിയാം? അവൻ വയ്യാത്തിറക്കം എന്തിനറിയാം? അവന്റെ അച്ഛനും അമ്മയടുത്ത് പറയോ? വയ്യാത്തിറക്കാനാണ്. അവൻ ഒന്നും പറയാൻ പോണില്ല. കോടതി കേസായാലും നമ്മൾ പറയുന്നു വയ്യാത്തിറക്കാൻ വെളിവില്ലാതെ എന്തിനോ പറഞ്ഞു. എപ്പടി ഉരിയാലോ അവന്റെ കഴുത്തിൽ നിന്ന്. ആ മോനെ, അച്ഛനടുത്ത് പറയാൻ ഞാൻ ഒരു കാര്യം വിട്ടുപോയി. നോട്ടീസ് വായിച്ചോണ്ടിരി. വേഗം വാണോ, വിളിച്ചിട്ട് വേണം നമുക്ക് പൊളിക്കാൻ. മാമ ഇല്ല, ചിന്നക്കടയിലുള്ള അവിടുത്തെ സ്വർണ്ണക്കടയിൽ മേടിച്ചതാണ്. അവിടെ തന്നെ കൊടുക്കുമ്പോ നമ്മള് മേടിച്ച പൈസ തന്നെ കിട്ടും. അണ്ണന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞ ആ ചെറുക്ക ഇത് അറിയൂന്ന്. മോനെ, അങ്കിള് അറിവില്ലാതെ ചെയ്തു പോയാണ്. ഇത് മോൻ തന്നെ വെച്ചോ, ഞാൻ ഇട്ടുതരാം. മാമ കൊണ്ടുവെക്കോ? വേണ്ട ശരി. പെട്ടെന്ന് വാ, അല്ലെങ്കിൽ നാളെ നമ്മൾക്ക് പെട്ടെന്ന് ചെല്ലണം. മാല കൊടുത്തത് അവൻ ഇങ്ങോട്ട് തന്നെയല്ലേ? മാല എടുത്തോളാൻ പറഞ്ഞല്ലേ? എന്തിനാണ് അണ്ണൻ കൊടുത്തത്? നമുക്ക് നല്ല പൈസ കിട്ടൂലായിരുന്നോ? ആ പൈസ നമുക്ക് മുഴുക്കത്തില്ലടോ. ദൈവത്തിന്റെ ഒരു കാര്യത്തിന് വന്നിട്ട് ദൈവത്തിന് നിരക്കാത്ത ചെയ്ത ദേവി പോലും നമ്മളടുത്ത് പൊറുക്കത്തില്ല. ദേവിയുടെ ശാപമൊക്കെ കിട്ടിയ ഈ നൂറ്റാണ്ടിലുള്ള ജീവിതം തന്നെ കോഞ്ഞാട്ടയാവും. അതുകൊണ്ട് നമ്മൾ അങ്ങനൊന്നും ചെയ്യണ്ട. താൻ വാ, നമുക്ക് നേരത്തെ അമ്പലത്തിൽ